കൊഴിച്ചിട്ടുണ്ട്. ഇനി പിന്നെ മുളക് കൊഴിച്ചിട്ടുണ്ട്. എല്ലാം കൊഴിച്ചിട്ട് താലോലി പരിക്കാനുണ്ട്, വഴുതിനിങ്ങ പരിക്കാനുണ്ട്. ഇതെല്ലാം പരിക്കാനാണ് ഞാൻ നോക്കുന്നത്. ഇത് രണ്ടാമതും ആദ്യത്തെ ഉണ്ടായാലെല്ലാം കഴിഞ്ഞു. രണ്ടാമതും ഉണ്ടായതായത് ഒരുപാട് പിന്നെ ഇപ്പോൾ ഒരുപാട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം വളപ്രയോഗമൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. വളപ്രയോഗമൊന്നും എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല. തീരെ ആരോഗ്യം സമ്മതിക്കാതെ കൊണ്ട് ആകുന്ന പോലെ മാത്രം ഞാൻ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇനിയിപ്പം ആകുമ്പോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് കുറച്ച് വിളവിന് നോക്കുന്നില്ല. കിട്ടിയ പോലെ ആയ പോലെ സമയം കൊണ്ട് കുറച്ച് സമയം കൊണ്ട് മാത്രം പറ്റാവുന്നതെല്ലാം കൃഷി ചെയ്യാമെന്ന് മാത്രമേ എനിക്ക് ഇനിയിപ്പോൾ എനിക്ക് അത്ര ആവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ പച്ചക്കറി കൃഷി അന്യെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് എനിക്ക് വേറെ ഒന്നും എനിക്ക് തരാനില്ല. ഈ ഒരു സ്നേഹം മാത്രമേ എനിക്ക് തരാനുള്ളൂ. അതുകൊണ്ട് ഇത് കയ്പക്ക വരയ്ക്കുന്നത്, ഇത് കയ്പക്കയാണ്. പാവക്ക കണ്ടല്ലേ, നല്ല അടിപൊളി പാവക്കയാണ്. പിന്നെ വരയ്ക്കാനുണ്ട്. ഇത് ഈ വിളവെടുപ്പും കൂടി നിങ്ങളിന്ന് കാണിച്ചു തന്നേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പം എടുക്കാൻ പറഞ്ഞു. ഇനിയിപ്പോൾ അപ്പുറത്ത് താൽവേലി പറിക്കാനുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇത്രയും വിളവ് ഇന്നത്തെ വിളവെടുപ്പുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും കാണണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ പറയാൻ നോക്കുന്നില്ല. ഇതാണ് എൻ്റെ വിളവെടുപ്പ്, നോക്കിക്കോ. ഇതാണ് എൻ്റെ വിളവെടുപ്പ്, കണ്ടില്ലേ, ഇന്നത്തെ വിളവെടുപ്പാണ് ഇത് പാവക്ക. ഇത് കണ്ടില്ലേ, എല്ലാം നല്ല ഉഷാറോടെ തന്നെയാണ് ഉള്ളത്. കണ്ടോ, കണ്ടില്ലേ, ഇതാ നിങ്ങൾ കണ്ടില്ലേ, കണ്ടില്ലേ, ഇതാണ് എൻ്റെ വിളവെടുപ്പ്, ഇന്നത്തെ വിളവെടുപ്പ്. ഇത് നിങ്ങൾ ഇന്ന്